വിഷയം ഓപ്പറേഷൻ ശേഷനാഗ്. അഭിമന്യുവും ശേഷനാഗും ചേർന്നാൽ ചൈനയും പാകിസ്ഥാനും തകരുമോ? ആയുധ മത്സരത്തിൽ ഇന്ന് ഇന്ത്യ വെറും ഒരു കാഴ്ചക്കാരനല്ല, മറിച്ചൊരു കരുത്തനായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം റിയാദിൽ നടന്ന വേൾഡ് ഡിഫൻസ് ഷോയിൽ ലോകരാജ്യങ്ങളെ മുഴുവൻ സാക്ഷിയാക്കി ഇന്ത്യയുടെ സ്വന്തം ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് 2 അത്ഭുതങ്ങളെയാണ് തുറന്നുവിട്ടത്. ഒന്നാമത്തേത് 1000 കിലോമീറ്റർ പറന്ന് ശത്രുവിൻ്റെ മാളത്തിൽ ചെന്ന് പൊട്ടിത്തെറിക്കുന്ന ശേഷനാഗ് 150. രണ്ടാമത്തേത് യുദ്ധവിമാനങ്ങൾക്ക് അകമ്പടി സേവിക്കുന്ന ശത്രുവിൻ്റെ വ്യൂഹം ഭേദിക്കുന്ന ബുദ്ധിരാക്ഷസനായ അഭിമന്യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് തയ്യാറാവണം. ആദ്യമായിട്ട് നമുക്ക് ഈ ഓപ്പറേഷനിലെ പ്രധാന പോരാളിയായ ശേഷനാഗ് 150 ഒന്ന് പരിചയപ്പെടാം. ഇതിനെ സൈനിക ഭാഷയിൽ ലോങ് റേഞ്ച് ലോട്ടറിംഗ് മുനീഷൻ എന്നാണ് വിളിക്കുന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ തിരിച്ചു വരാത്ത, ലക്ഷ്യം കണ്ടാൽ അതിൽ ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കുന്ന കാമിക്കാസി അല്ലെങ്കിൽ ആത്മഹത്യ ഡ്രോൺ അല്ലെങ്കിൽ ചാവേർ ഡ്രോൺ എന്നൊക്കെ ഇതിനെ വിളിക്കാം. പുരാണങ്ങളിലെ 1000 തലയുള്ള ശേഷനാഗത്തിനെ പോലെ ശത്രുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് ഇതിന് കഴിയും. ആദ്യം നമുക്കിതിൻ്റെ സാങ്കേതിക വിവരങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ഇതിന് നൽകിയിരിക്കുന്നത് ഒരു ഡെൽറ്റ വിങ് ഡിസൈനാണ്. അതായത് നമ്മുടെ MiG-21 വിമാനങ്ങളെ പോലെയോ മിറാജ് 2000 പോലെയോ റഫാൽ വിമാനങ്ങളെ പോലെയോ ഉള്ള ഡെൽറ്റ വിങ് ഡിസൈൻ. ഇതിൻ്റെ ഗുണം 2 ആണ്. ഒന്ന്, ഇതിന് ലിഫ്റ്റ് കൂടുതൽ ലഭിക്കും, അതിനാൽ കുറഞ്ഞ ഊർജ്ജത്തിൽ കൂടുതൽ ദൂരം പറക്കാനായിട്ട് സാധിക്കും. 2, റഡാറുകളിൽ ഇതിൻ്റെ രൂപം വളരെ ചെറുതായിട്ട് കാണിക്കൂ. എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷനെ ഇതിനുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ റഡാറിൽ ഇതൊരു വലിയ പക്ഷിയാണോ അതോ ഡ്രോൺ ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് എളുപ്പത്തിൽ സാധിക്കില്ല. ഇതിൻ്റെ എഞ്ചിനും പ്രൊപ്പൽഷനും നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പുഷർ പ്രൊപ്പല്ലർ പിസ്റ്റൺ എഞ്ചിനാണ് ഇതിന് ശക്തി നൽകുന്നത്. ജെറ്റ് എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇതിന് ഇന്ധനക്ഷമത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ദൂരം സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഡ്രോണിൻ്റെ റേഞ്ചും എൻഡ്യൂറൻസും നോക്കുമ്പോഴാണ് കളി മാറുന്നത്. ഇതിന് 1000 കിലോമീറ്ററിലധികം ദൂരം അനായാസം സഞ്ചരിക്കാനായിട്ട് സാധിക്കും. കൂടാതെ 5 മണിക്കൂറിലധികം ആകാശത്ത് പറക്കാനും ഇതിന് ശേഷിയുണ്ട്. അതായത് ലക്ഷ്യം കൃത്യമായിട്ട് കിട്ടുന്നത് വരെ ആകാശത്ത് വട്ടമിട്ട് പറക്കാനും ശരിയായ സമയം നോക്കി ആക്രമിക്കാനും ഇതിന് സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ലോട്ടറിംഗ് മുനീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പേലോഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ, അതായത് നോസ്കോൺ ഏരിയയിൽ 25 മുതൽ 40 കിലോഗ്രാം വരെ ഭാരമുള്ള ഹൈ എക്സ്പ്ലോസീവ് വാർഹെഡാണ് ഘടിപ്പിക്കുന്നത്. ഒരു വലിയ കെട്ടിടത്തെയോ കമാൻഡ് സെൻറ്ററിനെയോ എണ്ണ സംഭരണശാലകളെയോ റഡാർ സ്റ്റേഷനുകളെയോ ഒക്കെ പൂർണ്ണമായിട്ടും തകർക്കാനായിട്ട് ഈ പ്രഹരശേഷി ധാരാളമാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ലോഞ്ച് മെക്കാനിസമാണ്. ഇതിന് പറന്നുയരാനായിട്ട് റൺവേയുടെ ആവശ്യമൊന്നുമില്ല. ട്രക്കുകളിൽ ഘടിപ്പിച്ച കണ്ടെയ്നറുകളിൽ നിന്നും റോക്കറ്റ് ബൂസ്റ്ററുകളുടെ സഹായത്തോടു കൂടി ഇതിനെ വിക്ഷേപിക്കാം. എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലെ ഒരു ചെറിയ റോഡിൽ നിന്നോ അല്ലെങ്കിൽ രാജസ്ഥാനിലെ മരുഭൂമിയിൽ നിന്നോ നിമിഷങ്ങൾക്കുള്ളിൽ 100 കണക്കിന് ശേഷനാഗുകളെ ആകാശത്തേക്ക് തൊടുത്തു വിടാനായിട്ട് സാധിക്കും. ശേഷനാഗിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബുദ്ധിശക്തിയും സ്വാമിംഗ് ടെക്നോളജിയുമാണ്. ദി ഇലക്ട്രോണിക് ബ്രെയിൻ എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ശേഷനാഗിനെ ലോകത്തിലെ മറ്റ് ഡ്രോണുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ റേഞ്ചോ സ്ഫോടകശേഷിയോ മാത്രമല്ല, അതിൻ്റെ ബുദ്ധിയും കൂടിയാണ്. ന്യൂ സ്പേസ് റിസർച്ച് വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇതിൻ്റെ കരുത്ത്. ഇവിടെയാണ് സ്വാമിംഗ് എന്ന സാങ്കേതികവിദ്യ കടന്നു വരുന്നത്. എന്താണ് സ്വാമിംഗ്? നമ്മൾ ആകാശത്ത് പക്ഷികൾ കൂട്ടമായിട്ട് പറക്കുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ തേനീച്ചകൾ കൂട്ടമായിട്ട് ആക്രമണം നടത്തുന്നത് കണ്ടിട്ടില്ലേ? ഇവ തമ്മിൽ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഒരേ താളത്തിൽ ഒരേ ലക്ഷ്യത്തോടെ അവ നീങ്ങുന്നുണ്ട്. ഇതേ തത്വമാണ് ശേഷനാഗിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് കൂട്ടായ ആക്രമണം. ഒരേ സമയം 50, 100 അതിലധികമോ ശേഷനാഗ് ഡ്രോണുകളെ ആകാശത്തേക്ക് തൊടുത്തു വിടുന്നു എന്ന് വിചാരിക്കാം. ഇവ ഓരോന്നും നിയന്ത്രിക്കാനായിട്ട് 100 പൈലറ്റുമാരുടെ ആവശ്യമൊന്നുമില്ല. ഇവർ തമ്മിൽ സ്വയമേവ ആശയവിനിമയം നടത്തും. ഇതിൻ്റെ ഇൻ്റലിജൻസ് ഫംഗ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡേറ്റ ഷെയറിംഗ്. കൂട്ടത്തിലെ ഒരു ഡ്രോൺ ശത്രുവിൻ്റെ റഡാർ കണ്ടെത്തിയാൽ ആ വിവരം നിമിഷ നേരം കൊണ്ട് ബാക്കി 99 ഡ്രോണുകൾക്കും കൈമാറും. അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫ് ഹീലിംഗ് സ്വാം മറ്റൊരു പ്രത്യേകതയാണ്.
ശത്രുക്കൾ ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ടാൽ ബാക്കിയുള്ള ഡ്രോണുകൾ തനിയെ റൂട്ട് മാറ്റി, അതായത് റീറൂട്ടിംഗ് നടത്തി ആ വിടവ് നികത്തും. ഇതിനെ കൊളാബറേറ്റീവ് ഓട്ടോണമി എന്നാണ് വിളിക്കുന്നത്. മനുഷ്യന്റെ ഇടപെടലില്ലാതെ തന്നെ യുദ്ധക്കളത്തിലെ സാഹചര്യം സ്വയം മനസ്സിലാക്കി വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശേഷനാഗിന് കഴിവുണ്ട്. ഇനി ഏറ്റവും വലിയ ചോദ്യം, ശത്രു രാജ്യങ്ങൾ ജാമർ ഉപയോഗിച്ച് GPS സിഗ്നലുകൾ തടസ്സപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? സാധാരണ ഡ്രോണുകളാണ് അതോടെ വഴിതെറ്റി താഴെ വീഴും. പക്ഷേ ശേഷനാഗ് അവിടെയും വിജയിക്കും. ഇതിലൊരു വിഷ്വൽ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. GPS എങ്ങാനും നഷ്ടപ്പെട്ടാൽ ശേഷനാഗിലെ ക്യാമറകൾ താഴെയുള്ള ഭൂപ്രകൃതിയെ സ്കാൻ ചെയ്യും. ശേഷനാഗിൻ്റെ മെമ്മറിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഭൂപടവുമായിട്ട് ഈ സ്കാൻ ചെയ്ത ഇമേജിനെ ഒത്തുനോക്കി, അതായത് ടെറൈൻ മാച്ചിങ് നടത്തി താനിപ്പോൾ എവിടെയാണെന്നും എങ്ങോട്ടാണ് പോകേണ്ടതെന്നും അത് സ്വയം തീരുമാനിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഏതൊരായുധത്തിൻ്റെയും കൃത്യത. ഇതിൻ്റെ കൃത്യത എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ CEP സർക്കുലർ എറർ പ്രോബബിൾ എന്ന് പറയുന്നത് വെറും 1-2 മീറ്ററാണ്. അതായത് കൃത്യമായിട്ട് പതിക്കേണ്ട സ്ഥലത്തിൻ്റെ 1-2 മീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ചെന്ന് ഇത് പതിച്ചിരിക്കും, അവിടെ വിനാശമുണ്ടാക്കിയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ECCM ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് ഉള്ളതുകൊണ്ട് ശത്രുവിൻ്റെ ജാമിങ്ങിനെ മറികടക്കാനും ഇതിന് സാധിക്കും. പിന്നെ വരുന്നതാണ് അഭിമന്യു, ആകാശത്തെ പടനായകൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ശേഷനാഗ് ഒരു പടയാളി അല്ലെങ്കിൽ ഒരു സോൾജിയർ ആണെന്നുണ്ടെങ്കിൽ അവനെ നയിക്കുന്ന പടനായകനാണ് അല്ലെങ്കിൽ കമാൻഡറാണ് അഭിമന്യു. ഇതിനെ സാങ്കേതികമായിട്ട് ലോയൽ വിങ്മാൻ എന്ന് വിളിക്കുന്നുണ്ട്. ന്യൂ സ്പേസ് റിസർച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട്, അതായത് നമ്മുടെ HALുമായിട്ട് ചേർന്ന് വികസിപ്പിക്കുന്ന കാറ്റ്സ് എന്ന് പറയുന്ന പദ്ധതിയുടെ കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അഭിമന്യു. ഇതൊരു ജെറ്റ് പവേർഡ് ഡ്രോൺ ആണ്. അതുകൊണ്ട് തന്നെ ശബ്ദത്തിനൊപ്പമോ അല്ലെങ്കിൽ അതിവേഗത്തിലോ സഞ്ചരിക്കാനായിട്ട് ഇതിന് സാധിക്കും. ഒരു പൈലറ്റ് നിയന്ത്രിക്കുന്ന പോർ വിമാനത്തിന്, ഉദാഹരണത്തിന് റഫാൽ അല്ലെങ്കിൽ തേജസിൻ്റെ ഒപ്പം പറന്ന് പൈലറ്റിന് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അഭിമന്യുവിൻ്റെ റോളുകളിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിലാദ്യത്തേത് തന്നെ ഇലക്ട്രോണിക് വാർഫെയർ ആണ്. ശത്രുവിൻ്റെ റഡാറുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും ബ്ലൈൻഡ് ആക്കാൻ വേണ്ടി ശക്തമായ ജാമറുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡീകോയ് ആയിട്ടും ഇതിനെ ഉപയോഗിക്കാം. അതായത് ശത്രുവിന് നേരെ പറന്നു ചെന്ന് താൻ ഒരു വലിയ യുദ്ധവിമാനമാണെന്ന് ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കാം. അങ്ങനെ ശത്രു ഒരു മിസൈൽ തൊടുത്താൽ നമ്മുടെ വില കൂടിയ പോർ വിമാനത്തെയും അതിൻ്റെ പൈലറ്റിനെയും സംരക്ഷിക്കാനായിട്ട് അഭിമന്യു സ്വയം ആ മിസൈലിൻ്റെ മുന്നിലേക്ക് ചാടി പൈലറ്റിൻ്റെ ജീവൻ രക്ഷിക്കും. അപ്പോൾ അഭിമന്യുവും ശേഷനാഗും കൂടി ഒന്നിച്ചാലോ ഇതൊരു ഡെഡ്ലി കോംബോ ആയിട്ട് മാറും. ഇവിടെയാണ് ന്യൂ സ്പേസ് റിസർച്ചിൻ്റെ മാസ്റ്റർ പ്ലാൻ നമ്മൾ കാണുന്നത്. ശേഷനാഗും അഭിമന്യുവും തമ്മിലൊരു അദൃശ്യ ബന്ധമുണ്ട്. അത് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു സാങ്കല്പിക യുദ്ധരംഗം ഒന്ന് കാണാം. അതായത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും ഒരു കൂട്ടം സ്വാം ശേഷനാഗ് ഡ്രോണുകൾ ഉയരുന്നു. അവയെ നയിക്കാനായിട്ട് മുമ്പിൽ അഭിമന്യു ഡ്രോണും സുരക്ഷിതമായ അകലത്തിൽ ഒരു റഫാൽ വിമാനവും പിന്നാലെ ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ശത്രുവിൻ്റെ അതിശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അഭിമന്യു ഡ്രോണ് ഒരു ഇരയായിട്ട്, ഒരു ഡീകോയ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. റഡാർ അഭിമന്യുവിനെ ലോക്ക് ചെയ്യുന്നു. ശത്രുവിൻ്റെ റഡാർ ഓണായ നിമിഷം അതിൻ്റെ കൃത്യമായ സ്ഥാനം, ലൊക്കേഷൻ അഭിമന്യു തിരിച്ചറിയുന്നു. ഈ വിവരം തത്സമയം ഡേറ്റ ലിങ്ക് വഴി പിന്നിലുള്ള 50 ശേഷനാഗ് ഡ്രോണുകൾക്ക് അത് കൈമാറുന്നു. അടുത്ത ഘട്ടമാണ് ക്ലൈമാക്സ്. ശേഷനാഗ് ഡ്രോണുകൾ ഒരേ സമയം പല ദിശകളിൽ നിന്നും റഡാറിലേക്ക് കുതിക്കുന്നു. ഇതിനെ സാച്ചുറേഷൻ അറ്റാക്ക് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ശത്രുവിൻ്റെ കണ്ണുകൾ തകരുന്നു. പിന്നാലെ വരുന്ന ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ബോംബിടാനായിട്ട് വഴി തെളിയുന്നു. ഇതാണ് സീഡ് എന്ന് പറയുന്നത്, സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് ഓപ്പറേഷൻ. ഇനി മറ്റൊരു ഓപ്പറേഷൻ കൂടിയുണ്ട്, ഡിസ്ട്രക്ഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് എന്ന് പറയുന്നത്. അവിടെ ഫിസിക്കലി ഈ ഡ്രോണുകൾ ചെന്നിട്ട് ആ എയർ ഡിഫൻസിനെ സമ്പൂർണ്ണമായിട്ടും ഇടിച്ച് തകർത്ത് കളയുന്ന സംവിധാനമാണ് ഡിസ്ട്രക്ഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. ഈ ഡ്രോണുകൾ കാണുമ്പോൾ ഇസ്ലാമാബാദിൽ നെറ്റിച്ചുളിയുന്ന എന്തുകൊണ്ടാണ്? പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ശേഷനാഗ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ദുരന്തമായിരിക്കും. പാകിസ്ഥാൻ്റെ കൈവശം ചൈന നൽകിയ വില കൂടിയ എയർ ടു എയർ മിസൈലുകളൊക്കെയാണ് ഉള്ളത്. ഏകദേശം 5 ലക്ഷം രൂപ മാത്രം വിലയുള്ള ഒരു ശേഷനാഗ് ഡ്രോണിനെ വീഴ്ത്താനായിട്ട് അവർക്ക് 2 കോടി രൂപ വിലയുള്ള ഒരു മിസൈൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഒരു 100 ഡ്രോൺ അങ്ങോട്ട് വിട്ടാൽ പാകിസ്ഥാൻ്റെ പ്രതിരോധ ബജറ്റ് കാലിയാവും.
അതുപോലെ തന്നെ ഇതിൻ്റെ ഡീപ്പ് സ്ട്രൈക്കിംഗ് കേപ്പബിലിറ്റി മറ്റൊരു തലവേദനയാണ് ശത്രുക്കൾക്ക്. 1000 കിലോമീറ്റർ റേഞ്ച് ഉള്ളത് കൊണ്ട് ഭീകരവാദ ക്യാമ്പുകൾ തകർക്കാനായിട്ട് ഇനി സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ വേണ്ടി സൈനികർക്ക് നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. അവരുടെ എണ്ണ സംഭരണികളോ റൺവേകളോ കൺട്രോൾ ടവറുകളോ ഇതെല്ലാം ശേഷനാഗിൻ്റെ പരിധിയിൽ വരും. ഇനി ചൈനയുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശേഷനാഗിൻ്റെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഓപ്പറേഷൻ കേപ്പബിലിറ്റിയും അതിഭയങ്കരമാണ്. ഓക്സിജൻ കുറവുള്ള ഹിമാലയൻ ഉയരങ്ങളിൽ പറക്കാൻ ശേഷിയുള്ള എഞ്ചിനുകളാണ് ഇതിലുള്ളത്. ചൈനയുടെ ടിബറ്റിലെ എയർബേസുകൾ, ഉദാഹരണത്തിന് ഷിഗാറ്റ്സെ, ഗാർഗുൻസ, ഇതൊക്കെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും അകലെയാണ്. എന്നാൽ ശേഷനാഗിൻ്റെ റേഞ്ച് ഈ എയർബേസുകളെയും ഇന്ത്യയുടെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരും. ചൈനയുടെ S-400 പോലെയുള്ള സിസ്റ്റങ്ങളെ കബളിപ്പിക്കാനും ഡീകോയായിട്ട് പ്രവർത്തിക്കാനും ഇതിന് കഴിയും. ഇനി നമ്മൾ ഈ ശ്രേണിയിലുള്ള മറ്റ് ഡ്രോണുകളുമായിട്ട് ഒരു താരതമ്യ പഠനം നടത്താൻ പോയാൽ പലരും ഇതിനെ ഇറാൻ്റെ ഷഹീദ് 136 ഡ്രോണുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. യുക്രൈനിൽ റഷ്യ ഉപയോഗിക്കുന്നത് ഷഹീദ് ഡ്രോണുകളാണ്. പക്ഷേ ഷഹീദ് ഡ്രോണുകൾ മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെയാണ് പറന്നുപോയി ഇടിക്കുന്നത്. അതിന് സ്വയം ചിന്തിക്കാനുള്ള കഴിവില്ല. എന്നാൽ ശേഷനാഗ് അങ്ങനെയല്ല. ശേഷനാഗ് ഒരു സ്മാർട്ട് ഡ്രോണാണ്. പറക്കുന്നതിൻ്റെ ഇടയിൽ ഇതിന് ലക്ഷ്യം മാറ്റാനും സ്റ്റോം ഇൻ്റലിജൻസ്, അതായത് കൂട്ടമായി ചിന്തിക്കാനും ഇതിന് കഴിയും. ഇനി നമ്മൾ ഇസ്രായേലിൻ്റെ ഹാറോബ് ഡ്രോണുകളുമായിട്ട് താരതമ്യം ചെയ്താൽ ശേഷനാഗിനും വില വളരെയധികം കുറവാണ്. ഇത് ചൈനീസ് ഡ്രോണുകളെക്കാളും, ഉദാഹരണത്തിന് CH-4 അല്ലെ പാകിസ്ഥാൻ്റെ ഷാപ്പർ ഡ്രോണുകളെക്കാളും ഒക്കെ സാങ്കേതികമായിട്ട് ഒരുപാട് മുമ്പിലുമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പണ്ടൊക്കെ ഒരു യുദ്ധം വരുമ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ ആയുധങ്ങൾക്കായിട്ട് കൈ നീട്ടുമായിരുന്നു. എന്നാൽ ഇനി യുദ്ധസമയത്ത് ആയിരക്കണക്കിന് ഡ്രോണുകൾ അതിവേഗം നിർമ്മിക്കാനായിട്ട് നമ്മുടെ സ്വകാര്യ കമ്പനികൾക്ക് സാധിക്കും. അങ്ങനെ ഉപരോധങ്ങളെ ഭയക്കാതെ നമുക്ക് യുദ്ധം ചെയ്യാനും സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശേഷനാഗ് 150 വെറും ഒരു ആയുധമല്ല, അതൊരു സന്ദേശമാണ്. അതിർത്തിയിൽ ആരെങ്കിലും ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ 1000 കണ്ണുള്ള 1000 തലകളുള്ള ഈ ശേഷനാഗ് അവരെ തേടിയെത്തുമെന്നുള്ളത് ഉറപ്പാണ്. അഭിമന്യു എന്ന ബുദ്ധിയും ശേഷനാഗ് എന്ന ശക്തിയും ചേരുമ്പോൾ ഹിമാലയം മുതൽ അറബിക്കടൽ വരെ ഇന്ത്യ സുരക്ഷിതമാണ്. ശത്രുക്കൾക്ക് ഇനി ഒളിക്കാൻ ഇടമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, സാങ്കേതികവിദ്യയും ദേശസ്നേഹവും ഒത്തുചേരുന്ന ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ ഒന്ന് അറിയിക്കുക. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.